ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാഗ്സ് ബൈ ശിൽപ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മളുള്ളത് ലുലുവിലാണ്. ലുലുവിലെ ഫൺ ടൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ കൊളീഗ്സ് എല്ലാവരും കൂടി, അപ്പം ഫാമിലി ഉണ്ട്, കൊളീഗ്സിൻ്റെ ഫാമിലീസും എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഒന്ന് ഫൺ ടൂർ എക്സ്പ്ലോർ ചെയ്യാൻ വന്നതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 12-1 മണിയായി എല്ലാവരും കൂടി എത്തിയപ്പം. അപ്പം നമ്മൾ ആദ്യം ഫുഡ് കഴിച്ചിട്ട് എന്തായാലും ഫൺ ടൂറിൽ കയറാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡൊക്കെ മേടിച്ചു, കുറേ ഫുഡ് മേടിച്ചു. സത്യത്തിൽ കുറേയൊക്കെ വേസ്റ്റായി, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയി, അത്രേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ലൈക്ക് ഫൺ ടൂറിലേക്ക് എത്തി. ഫൺ ടൂറിൽ ആദ്യം നമ്മളിങ്ങനെ കുറേ എല്ലാം നോക്കി. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി കുറേ നാളുടെ ഒരാഗ്രഹമായിരുന്നു. ഞാൻ എന്ന് ലുലുവിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ, ഫൺ ടൂർ പാസ് ചെയ്യുമ്പം കാണുന്നൊരു സാധനമാണ് ഈ ഡോളിൽ എടുക്കുന്ന മെഷീൻ. അപ്പോൾ നമ്മൾ ലൈക്ക് മൂവീസിലും വീഡിയോസിലൊക്കെ കണ്ട പോലത്തെ ഒരു സാധനമാണ്. അപ്പം ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല, ഒന്നും കിട്ടിയില്ല. ഐ തിങ്ക് ഇതിനൊരു 100 പോയിൻറ്റ്സ് എന്തോ ആയിരുന്നു, 110 പോയിൻറ്റ്സ് എന്തോ ആയിരുന്നു ആ ഒരു മെഷീൻ്റെ പോയിൻറ്റ്സ് വരുന്നത്. പക്ഷേ ആക്ച്വലി അത് ഭയങ്കര നഷ്ടമായിപ്പോയി. കാരണം നമ്മളൊരു 3 പ്രാവശ്യം ട്രൈ ചെയ്തപ്പോഴാണ് നമുക്ക് 3ാമത്തെ പ്രാവശ്യമാണ് നമുക്കത് കിട്ടിയത്. അപ്പം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ എൻ്റെ കഷ്ടപ്പാട്. ഒന്നും നടന്നില്ല. നമ്മളടിച്ച് പൊളിച്ചോണ്ടിരിക്കുക. നമുക്ക് ആ ദൗത്യം നടന്നില്ല, അതുകൊണ്ട് നമുക്ക് എവിടെ അടുത്ത എന്തോ വലിയ ദൗത്യത്തിലേക്ക് എന്തോ കടന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ താഴത്തെ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചു. മുകളിൽ ആക്ച്വലി 2 പാർട്ടായിട്ടാണ്. ഒരു പാർട്ട് എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ വേണ്ടിയിട്ടുള്ള കുറേ ഗെയിംസും കുറേ കാര്യങ്ങളുമായിരുന്നു. നമ്മൾ താഴത്തെ എല്ലാ ഇതും കണ്ടു, പക്ഷെ അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പറഞ്ഞാൽ പൈസ വെറുതെ പോയി എന്ന് പറയാനുള്ളൂ. പിന്നെ നമ്മൾ അടുത്തത് കുഞ്ഞു പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടായതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മളവിടെ അത് കാണിക്കും, ഫ്രെയിം കാണിക്കും. സമ്മർ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. സമ്മർ ക്യാമ്പ് കാണാം. ആക്ച്വലി ഈ സമ്മർ വെക്കേഷന് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിരുന്നു ഇത്. കുറേ ഗെയിംസും കുറേ കാറ്, എയർപ്ലെയിൻ, അങ്ങനെ കുറേ റോളർ കോസ്റ്റേഴ്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെ വന്ന 2 കുട്ടിപ്പട്ടാളങ്ങൾ ഈ ഏരിയ എത്തിയപ്പോഴത്തേക്കും അവരാകെ മാറി. അവർ ഫുൾ എനർജറ്റിക്കായി കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയ ഒരു സ്പോട്ട് തന്നെയായിരുന്നു ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ താഴത്തെ സെക്ഷൻ കഴിഞ്ഞ് മുകളിലേക്ക് പോയി. മുകളിൽ ആക്ച്വലി കുറച്ചുകൂടി വലിയ കുട്ടികൾക്കും നമുക്ക് അഡൽട്ട്സിനും വേണ്ടിയിട്ടുള്ള ഗെയിംസും സെക്ഷൻസാണ്. അവർ 3Dയിലേക്ക് പോവുകയാണ്. ഇത് കൊച്ചു പിള്ളേരെ സാധനം കയറാൻ താല്പര്യം, നമ്മൾ കയറാം. അവിടെ മോണിറ്റർ കാണിക്കും. അവർ കയറിയപ്പം നമ്മളവിടെ പോസ്റ്റായി. നമുക്കാകെ ഒരു ആശ്വാസം, അവരെ ട്രോളാൻ പറ്റി ആ സ്ക്രീനിലൂടെ. അത് കഴിഞ്ഞ് നമ്മൾ കയറി, നമ്മളൊരു 4 പേര് കയറി. നമുക്ക് ഭയങ്കര രസമായിരുന്നു. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുമായിരുന്നു അതിനകത്ത് കയറിയിരുന്നത്. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ 4 പേരും സത്യത്തിൽ ഒരു മൂവി കാണുന്ന ഒരു ഫീലിലായിരുന്നു. നമ്മളവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. നമുക്ക് പാവയെ കിട്ടി.
അത് കഴിഞ്ഞ് നമ്മളിത് ഈ റോളർ കോസ്റ്റർ ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് അവർ അലൗഡ് ചെയ്തില്ല, അതുകൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഈ ഒരു കാർ ഡാൻസിങ് കാറിൽ കയറി. നൈസായിരുന്നു. നമ്മളൊരു ഗ്യാങ് ആയിട്ട് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇവിടെ ലൈക്ക് ഫൺ ടൂറിൽ വന്നാൽ നിങ്ങൾക്കൊരു ഫ്രണ്ട്സായിട്ട് എല്ലാവരും കൂടെ സർക്കിൾ ഓഫ് ഫ്രണ്ട്സായിട്ട് വരുമ്പം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമായിരുന്നത്. അത് കഴിഞ്ഞ് കയറിയത് ഈ ഒരു സാധനത്തിലായിരുന്നു. ഇതിൽ കയറി കഴിഞ്ഞ് ഞാൻ കണ്ണടച്ചെങ്കിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല, കാരണം ഞാൻ കരഞ്ഞ് അവിടെ കുളമാക്കി. കാരണം എനിക്ക് അത്രയ്ക്ക് പേടി. ആദ്യം വലിയ സീനൊന്നും ഇല്ലായിരുന്നു, പക്ഷേ അവർ സ്പീഡ് കൂട്ടാൻ തുടങ്ങിയതും നിങ്ങൾക്ക് കാണാം എൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് ഈ വീഡിയോയിൽ. കാരണം ഞാൻ അത്രയും കരഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ ഫണ്ടൂറ ഫണ്ടെല്ലാം കഴിഞ്ഞു. ആ പാവക്കുട്ടിയൊക്കെ ആയിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് നമ്മൾ പെട്ടെന്നൊരു പ്ലാൻ, മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വിചാരിച്ചെന്നാൽ മഴയായിട്ട് പോകണ്ട ബീച്ചിൽ. അപ്പോൾ രജൻ ചേച്ചി അവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി അവിടെ നിന്ന് വീട്ടിൽ പോയി. നമ്മളങ്ങനെ മഴ ആയതുകൊണ്ട് പോകണ്ടെന്ന് പ്ലാൻ ചെയ്തെങ്കിലും നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ലുലുന്ന് ഇറങ്ങി നേരെ ബീച്ചിലേക്ക് പോയി. ഡെസ്റ്റിനേഷൻ എത്തി ഗായ്സ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനാണ്. അത് ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മൾ വെട്ടുകാട് ബീച്ച് അവിടെ എത്തി. നൈസായിരുന്നു ആ ഒരു സൺസെറ്റ് കാണാൻ പറ്റില്ല, മഴയായിരുന്നു. എന്നാലും നമ്മളവിടെ അവർ ഐസ്ക്രീം കഴിച്ചു, നമ്മളൊരു നല്ല സോഡ നാരങ്ങ കുടിച്ചു. അവിടെ കുറേ നേരം അവർ ബീച്ചിലൊക്കെ ഇറങ്ങി. പിന്നെ ഞാൻ ഷൂസ് ഇട്ടതുകൊണ്ട് ഞാൻ ബീച്ചിൽ ഇറങ്ങിയില്ല. അങ്ങനെ അവരെല്ലാവരും ബീച്ചിലൊക്കെ ഇറങ്ങി കുറേ നേരം നമ്മളവിടെ നിന്നു. പിന്നെ ചാട്ടൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങളും പോയി നോക്കുക. ഒരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നൈസായിരിക്കും. നമുക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടൊരു പ്ലേസാണ് ഫണ്ടൂറ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.